കോർഡിനേഷൻ കെമിസ്ട്രിയിലെ MCQസിലേക്ക് പോവാം. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ കുറച്ച് MCQs നോക്കാം. നമ്മുടെ സിലബസ് ബേസ്ഡ് ടെക്നിക്കൽ അസിസ്റ്റൻ്റെയും ലബോറട്ടറി അസിസ്റ്റൻ്റെയും സിലബസ് ബേസ്ഡ് മൊഡ്യൂൾ 2 വരുന്ന കോർഡിനേഷൻ കെമിസ്ട്രി പോർഷൻസ് ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് കുറച്ച് MCQs നമുക്ക് ഡീൽ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a factor considered in ligand field theory? Option A, crystal field splitting. Option B, ligand pi interactions. Option C, molecular geometry. Option D, atomic mass of ligands. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി, അറ്റോമിക് മാസ് ഓഫ് ലിഗാൻസ് ആണ്. കാരണം അറ്റോമിക് മാസ് ലിഗാൻഡ് ഫീൽഡ് തിയറിയിൽ യാതൊരു റോളും ഇല്ല. നമുക്കറിയാം ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ന് പറയുന്നത് നമ്മൾ CFT ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ്. ഒബ്വിയസ്ലി സ്പ്ലിറ്റിംഗ് പാറ്റേൺസ് വരുന്നുണ്ട്, ലിഗാൻഡ് പൈ ബോണ്ടിങ് ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജോമെട്രിക്കൽ സ്ട്രക്ചർ തരുന്നുണ്ട്, അതുപോലെ മാഗ്നറ്റിസം, ഇലക്ട്രോണിക് സ്പെക്ട്ര ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അറ്റോമിക് മാസ് ഓഫ് ലിഗാൻസ് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല. So option D ആണ് ആൻസർ. Next question, the splitting of d orbitals in an octahedral field leads to option A, 2 sets of orbitals T2g and Eg. There is no splitting. Option B. Option C, 3 equal energy orbitals. Option D, 2 high energy and 2 low energy orbitals. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ അറിയാം. ഓപ്ഷൻ എ, 2 സെറ്റ്സ് ഓഫ് ഓർബിറ്റൽസ് ആണ്. T2g ലെവലും EG ലെവലും നമുക്കറിയാം. T2g ലോവർ ലെവലും EG ഹയർ ലെവലുമാണ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് വരുന്നത്. അതായത് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ ഡി ഓർബിറ്റൽസ് ലോവർ ലെവൽ T2g ആയിട്ടും ഹയർ ലെവൽ EG ആയിട്ടുമാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫാക്ടർ എഫക്റ്റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ്? Option A, ligand size. Option B, coordination number. Option C, trans effect. Option D, solvent polarity. നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ് എഫക്റ്റ് ആണ്, ട്രാൻസ് ആയിട്ട് വരുന്ന ലിഗാൻസ് ആണ്. ട്രാൻസ് എഫക്റ്റിന് ലിവിങ് ഗ്രൂപ്പിനെയും ഇൻകമിങ് ആയിട്ടുള്ള ലിഗാൻഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് മോർ സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, common geometry for most square planar complexes is observed in option A, D8 metal complexes. Option B, D10 metal complexes. D10 ആണത്. ഓപ്ഷൻ സി, ലാന്ത്രൈഡ് കോംപ്ലക്സസ്. ഓപ്ഷൻ ഡി, ആക്ടിനൈഡ് കോംപ്ലക്സസ്. നമ്മുടെ ആൻസർ വരുന്നത് D8. ഓപ്ഷൻ എ, D8 മെറ്റൽ കോംപ്ലക്സസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു സ്ക്വയർ പ്ലാനർ ജോമെട്രി മെയിൻ ആയിട്ടും വരുന്ന D8 കോംപ്ലക്സസിലൊക്കെയാണ്. P2+, PD2+, അതുപോലെ തന്നെ Ni2+ ഒക്കെയാണ് സ്ക്വയർ പ്ലാനർ ജോമെട്രി മെയിൻ ആയിട്ടും ഷോ ചെയ്യുന്നത്. ആ പോർഷൻസ് എടുത്തപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു MCQ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. സോ നമ്മളിങ്ങനെ MCQന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അതിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു D8 കോംപ്ലക്സസ് ആണ് സ്ക്വയർ പ്ലാനർ. അതുപോലെ തന്നെ ജോൺടെൽ ഡിസ്റ്റോർഷൻ ആണെങ്കിൽ D4 ആൻഡ് D9 സിസ്റ്റംസ് ആണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ മാറിപ്പോകാതെ ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ് എഫക്റ്റ് ആണ്. ട്രാൻസ് എഫക്റ്റ് ഈസ് പ്രൈമർലി ഡ്യൂ ടു ഓപ്ഷൻ എ, സ്റ്റെറിക് ഹിൻഡ്രൻസ്, പൈ ബോണ്ടിങ് ഇൻട്രാക്ഷൻസ്, സിഗ്മ ബോണ്ടിങ് ഡൊണേഷൻ ആൻഡ് പൈ ബാക്ക് ബോണ്ടിങ്, സോൾവെന്റ് ഇൻട്രാക്ഷൻസ്. നമ്മുടെ ആൻസർ വരുന്നത് സിഗ്മ ഡൊണേഷനും പൈ ബാക്ക് ബോണ്ടിങ്ങും. അപ്പോഴാണ് നമുക്ക് ട്രാൻസ് എഫക്റ്റ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം ഒരു സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് വിച്ച് ലിഗാൻഡ് വിൽ മോസ്റ്റ് ലൈക്ലി ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്? ഫസ്റ്റ്, ഇഫ് PTNH3 twice Cl is present. Option A, the ligand trans to Cl, any ligand, the ligand cis to Cl, NH3. നമുക്കറിയാം ട്രാൻസ് എഫക്റ്റ് ആണ് അവിടെ വരുന്നത് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ. അപ്പം ഓപ്ഷൻ എ, ദ ലിഗാൻഡ് ട്രാൻസ് ടു Cl. അപ്പോൾ അത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ്. ഓപ്ഷൻ എ, ലിഗാൻഡ് ഡിസോസിയേഷൻ. ഓപ്ഷൻ ബി, ഫോർമേഷൻ ഓഫ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓപ്ഷൻ സി, ലിഗാൻഡ് അസോസിയേഷൻ. ഓപ്ഷൻ ഡി, ഓൾ സ്റ്റെപ്സ് ആർ ഈക്വലി ഫാസ്റ്റ്. നമുക്കറിയാം ട്രാൻസ് എഫക്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ആക്ച്വലി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസിന് മെയിനായിട്ട് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ഫോർമേഷൻ ഓഫ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്, വിച്ച് ഇൻവോൾവ് സിഗ്നിഫിക്കൻറ്റ് ബോണ്ട് ഫോർമേഷൻ ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് വിച്ച് ഡിറ്റർമൈൻ ദ ഓവറോൾ റിയാക്ഷൻ റേറ്റ്. നമുക്കറിയാമല്ലോ എപ്പോഴും ഏറ്റവും സ്ലോ പേസിൽ നടക്കുന്ന സ്റ്റെപ്പാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Next question, the associative substitution mechanism in square planar complexes involves option A, loss of a ligand before nucleophile attack. Option B, simultaneous bond making and bond breaking. Option C, formation of a 5 coordinated intermediate.
ഓപ്ഷൻ ഡി നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. നമുക്കറിയാം ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് എ 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ആണ് വരുന്നത്. കാരണം അസോസിയേറ്റീവ് മെക്കാനിസം 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം ഡിസോസിയേറ്റീവ് മെക്കാനിസം 7 കോർഡിനേറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, kinetically stable complex is characterized by high activation energy for ligand substitution, high thermodynamic stability, low ligand field splitting energy, weak metal ligand bond. നമുക്കറിയാം കൈനറ്റിക് സ്റ്റെബിലിറ്റി ആക്ടിവേഷൻ എനർജിയാണ്, മെയിനായിട്ട് ആക്ടിവേഷൻ എനർജി റെഫർ ചെയ്യുകയാണ്. തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആണെങ്കിൽ ഫ്രീ എനർജി ഡെൽറ്റ ജി നെഗറ്റീവ് വരുന്നത് വെച്ചിട്ടാണ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത്. കൈനറ്റിക് സ്റ്റെബിലിറ്റി ആണെങ്കിൽ ഇനേർട്ടാണോ ലബായിലാണോ എന്നൊക്കെ നമ്മൾ പറയുന്ന ആക്ടിവേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഓപ്ഷൻ എ ഹൈ ആക്ടിവേഷൻ എനർജി ഫോർ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കൈനറ്റിക് സ്റ്റെബിലിറ്റി റെഫേഴ്സ് ടു ദ ഡിഫിക്കൽട്ടി ഓഫ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, നോട്ട് ദ ഇൻഹെറൻറ്റ് സ്റ്റെബിലിറ്റി ഓഫ് ദ കോംപ്ലെക്സ്. Next question, which of the following contributes most to thermodynamic stability? Ligand field stabilization energy, option B solvent effects, option C steric effects, steric factors, option D high temperature. Answer option A ligand field stabilization energy, which provides significant stabilization to the complexes, particularly in octahedral and square planar geometries. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ സമ്മറി പോലെ നമ്മുടെ തിയറി നോക്കുവാണെങ്കിൽ നമുക്കൊന്ന് അങ്ങനെ ഒരു തിയറി സമ്മറി നോക്കാം. ഫസ്റ്റ് ലിഗാൻഡ് ഫീൽഡ് തിയറിയും എംഒ തിയറിയും. Ligand field theory explains the splitting of d orbitals in the presence of ligand field. The interaction between metal d orbitals and ligand orbitals also plays a central role in molecular orbital theory. Square planar complexes ആണെങ്കിൽ substitution in square planar complexes mainly predominantly through associative or dissociative mechanism. Associative ആണെങ്കിൽ 5 coordinate intermediateും dissociative ആണെങ്കിൽ 7 coordinate intermediate ആണ് ഫോം ചെയ്യുന്നത്. Influenced by the trans effect which destabilizes bonds trans to certain ligands. Trans effect മൂലം trans effectും സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസിൽ കണ്ടുവരുന്നതാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടില്ല. ട്രാൻസ് എഫക്റ്റ് മെയിനായിട്ടും അറൈസ് ചെയ്യുന്നത് കോമ്പിനേഷൻസ് ഓഫ് ഇലക്ട്രോണിക് എഫക്റ്റ് ആണ്. നമ്മുടെ സിഗ്മ ഡൊണേഷൻ, പൈ ബാക്ക് ബോണ്ടിങ്, ആ ഒരു കേസ് വരുമ്പോഴാണ് ശരിക്കും ട്രാൻസ് എഫക്റ്റ് കാണുന്നത്. അത് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസിൽ. അപ്പം നമ്മുടെ ഇലക്ട്രോണിക് എഫക്ട്സ് ആയിട്ടുള്ള സിഗ്മ ഡൊണേഷന്, പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഒരു ഓവറോൾ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ട്രാൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ്ങർ ട്രാൻസ് എഫക്ട്സ് ലിഗാൻഡ്സ് ഫെസിലിറ്റേറ്റ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ലിഗാൻഡ് ഓപ്പോസിറ്റ് ടു ദം. അതാണ് ട്രാൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഓപ്പോസിറ്റ് ആയിട്ട് സെയിം. നമ്മൾ സിസ്റ്റം ട്രാൻസും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രാൻസ് മനസ്സിലാവും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ലിഗാൻസിനെയാണ് നമ്മൾ സിസ്റ്റം ട്രാൻസ് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലിഗാൻഡ് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റാണ് ട്രാൻസ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ, തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ലിഗാൻഡ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, while kinetic stability relates to energy barrier for substitution. Energy barrier എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടിവേഷൻ എനർജി. ഓക്കെ, octahedral complex kinetics എന്ന് പറയുമ്പോൾ substitution in octahedral complexes often follows dissociative mechanisms. Dissociative എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 coordinate intermediate ഫോം ചെയ്യുന്ന സിസ്റ്റം with bond breaking preceding nucleophile association. Ligand field effects such as LFC influence reaction rates significantly. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ മെയിനായിട്ടും ഡിസോസിയേറ്റീവ് മെക്കാനിസമാണ് വരുന്നത്. കാരണം ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്ത് ലിഗാൻഡ് പോയതിനു ശേഷമാണ് ഒരു 5 കോർഡിനേറ്റ് ആയിട്ടുള്ള സിസ്റ്റം, 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം ഫോം ചെയ്ത് പിന്നെ ലിഗാൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. കാരണം ബിക്കോസ് ഡ്യൂ ടു മെയിനായിട്ടും സ്റ്റെറിക് എഫക്റ്റ് മൂലമാണ് ഡിസോസിയേറ്റീവ് മെക്കാനിസം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ ഹാപ്പൻ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പറഞ്ഞു ചില പോയിന്റ്സ് ഓരോ തവണയും നമുക്ക് ക്ലാസ്സിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് MCQs ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഒത്തിരി ഡീപ്പ് തിയറി എസ്സേ എഴുതാനല്ലല്ലോ നമ്മൾ പറയുന്നത്. സോ MCQs വരുമ്പോഴത്തേക്കും നമ്മൾ ടു ദ പോയിന്റ് നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ടു ദ പോയിന്റ് നമുക്ക് അറിയണം ആ പർട്ടിക്കുലർ കാര്യമാണ്. പ്രത്യേകിച്ച് ഇൻഓർഗാനിക് ആകുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ വരും. അപ്പോൾ അത് എന്താണ്, ഓരോന്നും എന്താണ്, നമുക്ക് കൺഫ്യൂഷൻ അടിക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻഓർഗാനിക്കിലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ആ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Metals are most commonly found in nature as free elements. Option B, oxides, sulfates, and carbonates. Option C, hydrocarbons. Option D, nitrates and nitrates. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഓക്സൈഡ് സൾഫേറ്റ്സ് ആൻഡ് കാർബണേറ്റ്സ് ആണ്. നോബിൾ ആയിട്ടുള്ള മെറ്റൽസ് മാത്രമാണ് ഫ്രീ സ്റ്റേറ്റിൽ മെയിനായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കൂടുതലും ഓക്സൈഡ്സും സൾഫേറ്റ്സും കാർബണേറ്റ്സും ആയിട്ടാണ് കാണപ്പെടുന്നത്. The native form of a metal is likely to be found in option A, highly reactive metals like sodium. Option B, transition metals like gold and platinum. Option C, alkaline earth metals like calcium. None of these. Answer option B, transition metals like gold and platinum. Noble metals such as gold and platinum are unreactive, so which will be occur in the native state അല്ലെങ്കിൽ free state. In electrolytic reduction, the cathode is the site of option A, oxidation. Option B, reduction. Option C, metal deposition. Option D, both B and C. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി ആണ്. അതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ആനോഡ് എന്ന് പറഞ്ഞ ഇംപ്യൂർ മെറ്റലും കാഥോഡ് എന്ന് പറഞ്ഞ പ്യൂർ മെറ്റലും നമ്മൾ കൊടുക്കുന്നു. അല്ല ആനോഡിൽ നിന്ന് ഓക്സൈസ് ചെയ്ത്, അതായത് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന മെറ്റൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാഥോഡിലാണ്. സോ റിഡക്ഷൻ occurs at the cathode leading to metal deposition. During the Hall-Héroult process for aluminum extraction, which material is used as the electrolyte? Option A, cryolite Na3AlF6. Option B, sodium chloride. Option C, limestone. Option D, alumina alone. Answer option A, cryolite Na3AlF6. Cryolite is used to dissolve alumina and lower its melting point during aluminum extraction. Hall-Héroult process lo ഒന്ന് ഓർത്തോണം, cryolite ആണ് കേട്ടോ. Hydrometallurgy involves the use of A, high temperature, B, aqueous solutions for metal extraction. Option C, electrolysis. Option D, smelting. ആൻസർ ഓപ്ഷൻ ബി, aqueous സൊല്യൂഷൻ ഫോർ മെറ്റൽ എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമെറ്റലർജി എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്യൂരിഫൈ മെറ്റൽസ് ആണ്. അത് അപ്പോൾ ആദ്യം സൊല്യൂഷൻ ആക്കിയിട്ടാണ് ലീച്ചിങ് ഏജൻറ്റ്സ് ലൈക്ക് സൈനൈഡ് ഒക്കെ യൂസ് ചെയ്ത്, നമ്മൾ പറഞ്ഞു ഗോൾഡ് ലീച്ചിങ്, ഗോൾഡിനെ നമുക്ക് സൈനൈഡായിട്ട് സൈനൈഡ് ലീച്ചിങ് വെച്ചിട്ടാണ് ഗോൾഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഹൈഡ്രോമെറ്റലർജി യൂസ് ചെയ്തത്. ഇൻ ദ സൈനൈഡ് പ്രോസസ് ഫോർ എക്സ്ട്രാക്ടിങ് gold, the gold is converted into gold. Option A, gold chloride. Option B, sodium orocyanate. Option C, gold oxide. Option D, potassium gold hydroxide. നമുക്കറിയാം ഗോൾഡിൽ സൈനൈഡ് ലീച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി, സോഡിയം ഓറോസൈനൈഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഗോൾഡ് റിയാക്ട്സ് വിത്ത് സൈനൈഡ് ടു ഫോം എ soluble complex sodium orocyanate. Mond process is used for refining which metal? Option A, nickel. Option B, copper. Option C, iron. Option D, aluminum. Answer option A, nickel. മോൺ പ്രോസസ്സ് നിക്കലിനെ NaCO4 ടൈംസ്, അതായത് നിക്കൽ കാർബണൈലായിട്ട് ലോ ടെമ്പറേച്ചറിൽ കൺവേർട്ട് ചെയ്യുന്നു. അത് വോളറ്റൈലാണ് ഡീകമ്പോസ്, നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്ത് പ്യുവർ നിക്കലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. Van Arkel method for refining metals involves option A, formation of volatile halides and decomposition. Option B, reduction by carbon. Option C, electrolysis of molten salts. Option D, none of these. ആൻസർ ഓപ്ഷൻ എ, ഫോർമേഷൻ ഓഫ് വോളറ്റൈൽ ഹാലിഡ്സ് ആൻഡ് ഡീകമ്പോസിഷൻ. നമുക്കറിയാം ടൈറ്റാനിയം ടങ്സ്റ്റനും ഒക്കെയാണ് വാൻ ആർക്കൽ മെത്തേഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. സിർക്കോണിയം ഒക്കെ യൂസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ വോളറ്റൈൽ അയഡൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡീകമ്പോസ് ചെയ്യുക ഹൈ ടെമ്പറേച്ചറിൽ. സോൺ റിഫൈനിങ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ, ഡിഫറൻഷ്യൽ സോളിബിലിറ്റി ഇൻ സോൾവൻസ്. ഓപ്ഷൻ ബി, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ. ഓപ്ഷൻ സി, ഡിഫറെൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്സ് ഓഫ് ഇംപ്യൂരിറ്റീസ് ആൻഡ് മെറ്റൽസ്. ഓപ്ഷൻ ഡി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് അലോങ് എ മൂവിംഗ് മോൾട്ടൺ സോൺ. നമ്മൾ പറഞ്ഞിരുന്നു ആൻസർ ഓപ്ഷൻ ഡി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് അലോങ് എ മൂവിംഗ് മോൾട്ടൺ സോൺ ആണ്. സോൺ റിഫൈനിങ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മോൾട്ടൺ സ്റ്റേജിൽ അതിങ്ങനെ ഉരുക്കി നമുക്കൊരു മെഴുകു പോലത്തെ ഒരു രൂപത്തിൽ മോൾട്ടൺ സ്റ്റേജിലാണ് നമുക്ക് കിട്ടുന്നത് മെറ്റൽ റോഡിന്. The Kroll process is widely used for extracting option A, aluminium. Option B, titanium. Option C, copper. Option D, lead. ആൻസർ ഓപ്ഷൻ ബി, ടൈറ്റാനിയം ആണ്. കോൾ പ്രോസസ് ടൈറ്റാനിയം ക്ലോറൈഡ് ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് പിന്നെ അത് മാഗ്നീഷ്യം ആയിട്ട് ട്രീറ്റ് ചെയ്ത് പ്യുവർ ടൈറ്റാനിയം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഈ MCQs ഡീൽ ചെയ്തതിൻ്റെ ടോപ്പിക്സിൻ്റെ ഒന്ന് സമ്മറി നോക്കാം. ചീഫ് മോഡ്സ് ഓഫ് ഒക്കറൻസ് ഓഫ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ആർ ഫൗണ്ട് ഇൻ വേരിയസ് ഫോംസ് ഇൻക്ലൂഡിങ് നേറ്റീവ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ് ആൻഡ് കമ്പൈൻഡ് സ്റ്റേറ്റ് ഫോർ നോബിൾ മെറ്റൽസ് ലൈക്ക് ഗോൾഡ് ഓർ ഗോൾഡും പ്ലാറ്റിനം പല്ലേഡിയം ഒക്കെ. ആസ് കോമ്പൗണ്ട്സ് സച്ച് എസ് ഓക്സൈഡ്, സൾഫേറ്റ്സ് ആൻഡ് കാർബണേറ്റ്സ്. ഓക്സൈഡ്സും സൾഫേറ്റ്സും കാർബണേറ്റ്സും ആയിട്ടാണ് ബാക്കിയുള്ള മെറ്റൽസ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് യൂസസ് ഇലക്ട്രിസിറ്റി ടു റെഡ്യൂസ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് മെറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു മെറ്റൽ അയോൺസ് ആയിട്ട് അറ്റ് ദ കാഥോഡ് ആൻഡ് ഈസ് കോമൺലി അപ്ലൈഡ് ടു എക്സ്ട്രാക്ട് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് അലുമിനിയം ആൻഡ് സോഡിയം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. Hydrometallurgy, which involves dissolves
ores in aqueous solution and extracting metals through processes like precipitation or solvent extraction. മെയിനായിട്ടും സയനൈഡ് പ്രോസസ്സ് അല്ലെങ്കിൽ സയനൈഡ് ലീച്ചിങ് ഫോർ ഗോൾഡ് യൂട്ടിലൈസസ് ലീച്ചിങ്. പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസിൻ്റെ ചില മെത്തേഡ്സ് ആണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, അതായത് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആർ പ്യൂരിഫൈഡ് ബൈ ഇലക്ട്രോലൈസിസ്. മോൺ പ്രോസസ് ആണെങ്കിൽ നിക്കൽ മെയിനായിട്ടും എക്സ്ട്രാക്ട് ചെയ്യുന്ന റിഫൈൻ ചെയ്യുന്ന പ്യൂരിഫൈ ചെയ്യുന്നത് മോൺ പ്രോസസ് വഴിയാണ്. വോളറ്റൈൽ ആയിട്ടുള്ള നിക്കൽ കാർബണൈൽ നമുക്ക് കിട്ടും, അത് ഡീകമ്പോസ് ചെയ്യും ഹൈ ടെമ്പറേച്ചറിൽ. ഇനി വാനാർക്കൽ പ്രോസസ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്യുവർ ആയിട്ടുള്ള ടൈറ്റാനിയം സിർക്കോണിയം ഒക്കെ വോളറ്റൈൽ ഹാലൈറ്റ്സിൽ നിന്ന്, അതായത് അയഡൈഡിൽ നിന്ന്, ടൈറ്റാനിയം അയഡൈഡിൽ നിന്ന് അത് ഹൈ ടെമ്പറേച്ചർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്യുവർ ആയിട്ടുള്ള ടൈറ്റാനിയം സിർക്കോണിയം ഒക്കെ നമുക്ക് വാനാർക്കൽ പ്രോസസ്സിൽ നിന്ന് കിട്ടും. സോൺ റിഫൈനിങ് മെയിനായിട്ട് സെമി കണ്ടക്ടേഴ്സ്, ജെർമീനിയം സിലിക്കണിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മോൾട്ടൺ സ്റ്റേറ്റിൽ റോഡ് നമ്മൾ റോഡ് ഹീറ്റ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ മോൾട്ടൺ സ്റ്റേറ്റ് ആക്കി പ്യൂരിറ്റീസിനെ നമ്മൾ ഡെൻസിറ്റി ഡിഫറൻസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും. ഇനി ക്രോൾ പ്രോസസ്സ് ആണെങ്കിൽ ടൈറ്റാനിയം ക്ലോറൈഡ് റെഡ്യൂസ് ചെയ്ത് മാഗ്നീഷ്യം ഓർ സോഡിയം യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രോൾ പ്രോസസ്സിൽ വെച്ച് ടൈറ്റാനിയം പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. മാഗ്നീഷ്യം ഓർ സോഡിയം. നമ്മുടെ MCQ സീരീസിൻ്റെ കോർഡിനേഷൻ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ സിലബസ് അനുസരിച്ച് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സോളജിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് MCQs സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾ 2 കോർഡിനേഷൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സിലബസ് ഓവറോൾ കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചൊക്കെ MCQs നമ്മൾ ചെയ്തിട്ടുണ്ട്. MCQ സീരീസിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻസ് ഇടാൻ ആലോചിക്കുന്നുള്ളൂ. ആഫ്റ്റർ സിലബസ് കംപ്ലീഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഓൾമോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സാം അടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും പ്രോബ്ലംസ് കുറച്ചുകൂടെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അത് കൂടുതൽ ഓർത്തിരിക്കാൻ സാധിക്കും. അതും റിവിഷന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് കുറച്ചും കൂടെ അത് നന്നായിട്ട് നോക്കാനുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ആയിക്കഴിയുമ്പം റിവിഷൻ ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് MCQസിന് കുറച്ചുകൂടെ ഫെമിലിയർ ആവാൻ സാധിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ നോക്കാം. താങ്ക് യു. ഇതോടുകൂടി കോർഡിനേഷൻ കെമിസ്ട്രി MCQs തൽക്കാലം നമ്മളിവിടെ നിർത്തുവാണ്. ഇനി നമുക്ക് റിവിഷൻ ടൈമിൽ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം.